അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ ഒരു മാസക്കാലം വ്രതമനുഷ്ഠിച്ചും സൽക്കർമ്മങ്ങളിൽ മുഴുകിയും നാം ജീവിച്ചു. അള്ളാഹു അവ സ്വീകരിച്ച് റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റമദാനിൽ നാം മുഴുകിയ ഏറ്റവും മഹത്തായ 2 ഇബാദത്തുകളായിരുന്നു പകലിലെ വ്രതവും രാത്രിയിലെ നിസ്കാരവും. ഈ 2 ഇബാദത്തുകൾക്ക് തത്തുല്യമായ ഒരു സൽഗുണത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് ഹദീത്തുകളിൽ കാണും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജത സ്വാഇമിൽ ഖായിം. ഒരാൾ തൻ്റെ സൽ സ്വഭാവം കൊണ്ട് രാത്രി നിന്ന് നമസ്കരിച്ചവൻ്റെയും പകൽ നോമ്പനുഷ്ഠിച്ചവൻ്റെയും പദവി നേടും. സൽ സ്വഭാവത്തിന് ദീനിൽ വലിയ സ്ഥാനമാണുള്ളത്. ഒരു വ്യക്തിയുടെ ദീനിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നത് തന്നെ അയാളുടെ സൽ സ്വഭാവത്തിലൂടെയാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. വിശ്വാസികളിൽ ഈമാൻ ഏറ്റവും പരിപൂർണമായവർ ഏറ്റവും സൽസ്വഭാവികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു പ്രബോധകന് പ്രബോധിത സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യതയും അസ്വീകാര്യതയും തൻ്റെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു പ്രത്യേകം ഉണർത്തിയത്, വലൗ കുൻത ഫല്ലൻ വലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. താങ്കൾ പരുഷ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ താങ്കളുടെ ചുറ്റിൽ നിന്നും അവർ അകന്നു പോയേനെ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നാസിറു സഅദി റഹ്മഹുല്ല പറഞ്ഞത് കാണും, ഫഹാദർ റസൂലുൽ മഅസൂമു യഖൂലുല്ലാഹു ലഹു മാ യഖൂലു ഫകൈഫ ബിഗൈരിഹി. മഅസൂമായ റസൂലിനോട് പോലും അള്ളാഹു ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഈ ഉമ്മത്തിലെ മറ്റുള്ളവരോട് എത്ര ഗൗരവത്തിലായിരിക്കും പറയുക എന്ന്. ഐഹികവും പാരത്രികവുമായ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്നതാണ് സൽസ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വ അഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹ്സനുക്കും അഖ്ലാഖ. നിങ്ങളിൽ പരലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും എന്നോട് ഏറ്റവും സമീപസ്ഥരും നിങ്ങളിൽ സൽസ്വഭാവികളാണ് എന്ന്. നാം നിർവഹിക്കുന്ന ഇബാദത്തുകളുടെയും സൽക്കർമ്മങ്ങളുടെയും നല്ല പ്രതിഫലനങ്ങളാണ് നമ്മിൽ നിന്ന് മറ്റുള്ളവർ അനുഭവിക്കുന്ന സൽസ്വഭാവം എന്ന് തിരിച്ചറിയുക. സൽസ്വഭാവികളാകാൻ പ്രത്യേകം നാം പ്രാർത്ഥിക്കുക. ഒരു ഹദീത്തിൽ കാണും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അല്ലാഹുമ്മ കമാ അഹ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. അല്ലാഹുവേ, നീ എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവവും നന്നാക്കണേ എന്ന്. മറ്റൊരു ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ജനങ്ങൾക്ക് സമ്പത്ത് നൽകാൻ കഴിഞ്ഞു എന്ന് വരില്ല, എന്നാൽ അവർക്ക് നിങ്ങൾ മുഖപ്രസന്നതയും സൽസ്വഭാവവും നൽകൂ എന്ന്. ഏതൊരാൾക്കും ഒരു അധ്വാനവും കൂടാതെ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന വലിയ സമ്പത്താണ് സൽസ്വഭാവം എന്നത്. അതുകൊണ്ട് സൽസ്വഭാവികളായി മാറുക. അള്ളാഹു അവൻ തൃപ്തിപ്പെടുന്ന സൽസ്വഭാവികളിൽ നമ്മെ ഉൾപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം സ്വർഗത്തിൽ നേടാൻ അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ലി വലക്കും ഫിൽ ഇസ്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.